നല്ല ഫ്രഷ് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിയുള്ള പുറന്തോടിൽ അമർത്തി നോക്കുമ്പോൾ താഴ്ന്നു പോയില്ലെങ്കിൽ ഫ്രഷ് മീനായിരിക്കും. ഇനി നമുക്ക് ഞണ്ടൊന്ന് ക്ലീൻ ചെയ്യാം. അതിൻ്റെ കാലുകളൊക്കെ ആദ്യം പറിച്ചെടുക്കണം. അതിൻ്റെ വലിയ കാലുകളാണ് നമ്മൾ കഴിക്കാൻ എടുക്കുന്നത്. കാലുകളൊക്കെ പറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള തോട് അതിങ്ങനെ എടുത്തിട്ട് അകത്തുള്ള ആ സവാള പോലെ ഇരിക്കുന്ന പാർട്ടൊക്കെ നമുക്ക് എടുത്ത് കളയാം. ഇതിനകത്തുള്ളതൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് നല്ലവണ്ണം കഴുകിയെടുക്കണം. 2-3 വെള്ളം കഴുകിയെടുക്കണം. ചിലരൊക്കെ ഇതിനകത്തുള്ള വെള്ള കളറിലുള്ളതൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എടുക്കാറില്ല. ഞാനിത് നല്ലവണ്ണം അകത്തൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുക്കും. എല്ലാം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ പെരിഞ്ചീരകം, കടുക്, കറിവേപ്പില, കുറച്ച് വറ്റൽമുളക് എല്ലാം മൂത്തതിന് ശേഷം 2 വലിയ സവാള അരിഞ്ഞതിട്ട് സവാള നല്ലവണ്ണം വഴണ്ടി വന്നതിന് ശേഷം ഇനി 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കും. പാകത്തിന് ഉപ്പുമിട്ട് വഴന്നു വരുമ്പോഴേക്കും ഒരു 15 വെളുത്തുള്ളി ചതച്ചതും ഒരൽപ്പം ഇഞ്ചി ചതച്ചതും 4-5 പച്ചമുളക്. ഇനിയെല്ലാം നല്ലവണ്ണം വഴന്നു വരട്ടെ. വഴന്നു വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് 1 ടൊമാറ്റോ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി അത് വേകുന്നത് വരെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടിട്ട് കൊടുക്കാം. എല്ലാം നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് വേകാൻ ആവശ്യമായ ചൂടുവെള്ളം. എന്നിട്ട് തടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നല്ലവണ്ണം വറ്റി വരുന്നുണ്ട്. നല്ല ചുമന്ന കളറായിട്ടുണ്ട്. ഞണ്ടൊക്കെ വെന്ത് വരുന്നുണ്ട്. നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യം അതനുസരിച്ച് വറ്റിച്ചെടുക്കാം. അങ്ങനെ വെള്ളമൊക്കെ വറ്റി ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം. എന്നാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.